നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേലി US UK കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കവറേജ് നൽകുന്നത് നിർത്തിയതുമായി CNN ലോഡ്സ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ കപ്പലുകൾക്ക് രണ്ട് ഓപ്ഷനുകളുള്ള സുപ്രധാനവും അസാധാരണവുമായ ഒരു ചുവടുവെപ്പാണിത്. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുമുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിവിധ കമ്പനികൾ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് നിർത്തിയത്. ഇതോടെ ഈ കപ്പലുകൾ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലുമാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയെ ചുറ്റിക്കറങ്ങി പോവുകയാണ് ഒരു മാർഗം. ഇതിൽ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും അധിക സമയം വേണം. കൂടാതെ സാമ്പത്തിക ചെലവും വളരെയധികമാണ്. കിഴക്കൻ മെഡിറ്ററേനിയനിലെ തുറമുഖങ്ങൾ ഉപയോഗിക്കുകയാണ് മറ്റൊരു വഴി. നവംബർ 19-നാണ് ഹൂതികളുടെ ആക്രമണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെ കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തിയിരുന്നു. നേരത്തെ കപ്പലിലെ സാധനങ്ങളുടെ മൂല്യത്തിന്റെ 0.01% പ്രീമിയം. ഡിസംബറോടെ അത് 1% ഉയർന്നു. $100 മില്യൺ വിലമതിക്കുന്ന ചരക്കുകളുള്ള കപ്പൽ ചെങ്കടൽ വഴി യാത്ര ചെയ്യാൻ $1 മില്യൺ ഇൻഷുറൻസ് പ്രീമിയം കൂടുതൽ നൽകേണ്ടി വരും. US-നെയും യൂറോപ്പിനെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന 500-ലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയതായാണ് കണക്ക്. ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ ചൈനയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കപ്പലാക്രമണം ആഗോള വിതരണ ശൃംഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതായും ലോക എക്കണോമിക് ഫോറം പ്രസിഡന്റ് ബോർഗ് ബെൻഡറും വ്യക്തമാക്കിയിരുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എണ്ണവിലയിൽ $10 മുതൽ $20 വരെ വർധനവുണ്ടാകുമെന്നും ഇത് സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ വ്യാപാര വളർച്ച 3.4%-ൽ നിന്നും 0.8% കുറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെങ്കടൽ പ്രതിസന്ധിക്കിടയിലും ആഗോള വ്യാപാരം ഈ വർഷം ഉയരും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെങ്കടലിലെ വ്യാപാരം സാധാരണ പോലെ പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ 8% വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും സേവനങ്ങളുടെ കയറ്റുമതിയും കാരണം ഇന്ത്യ മുന്നിലാണ്. വിദ്യാഭ്യാസം, ധനസഹായം തുടങ്ങിയ സേവനങ്ങളുടെ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ തുടരണം. ഇന്ത്യയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ധാരണയുണ്ടെന്നാണ് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം 2.9% സാമ്പത്തിക വളർച്ചയാണ് WEF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് ഉടനെ തന്നെ 3%-ന് മുകളിലാകുമെന്ന വിശ്വാസമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്.